ദുബൈയിൽ സ്വർണത്തിന് റെക്കോർഡ് വില. ഗ്രാമിന് 300 ദിർഹം കടന്നു. ഇന്നലെ വൈകുന്നേരത്തോടെ 24 കാരറ്റ് സ്വർണത്തിന്റെ വില ഗ്രാമിന് 300.50 ദിർഹമായി. 22 കാരറ്റിന് 278.25 ദിർഹവും 21 കാരറ്റിന് 269.25 ദിർഹവും 18 കാരറ്റിന് 230.75 ദിർഹവുമാണ് ഗ്രാമിന് വില. 24 മണിക്കൂറിനിടെ 5.5 ദിർഹമാണ് വർദ്ധിച്ചത്. സൗദിയിലെ ദമാം വിമാനത്താവളത്തിൽ ടേക്ക് ഓഫിനിടെ വിമാനത്തിൽ അഗ്നിബാധ. ദമാം കിങ് ഫഹദ് രാജ്യാന്തര വിമാനത്താവളത്തിൽ നൈൽ എയർ വിമാനത്തിലാണ് തീ പടർന്നു പിടിച്ചത്. ടേക്ക് ഓഫിനിടെ വിമാനത്തിന്റെ ടയറിൽ തീ പടർന്നു പിടിച്ചു. ഉടൻ ടേക്ക് ഓഫ് റദ്ദാക്കുകയും എയർപോർട്ടിലെ അഗ്നിശമന സംഘങ്ങളെത്തി തീയണയ്ക്കുകയുമായിരുന്നു. യാത്രക്കാർ സുരക്ഷിതരാണ്. ഒമാനിലെ പള്ളിക്ക് സമീപം കഴിഞ്ഞ ദിവസം നടന്ന വെടിവയ്പിൽ പ്രതികളെ തിരിച്ചറിഞ്ഞതായി റോയൽ ഒമാൻ പോലീസ്. അക്രമികൾ ഒമാനികളായ 3 സഹോദരന്മാരാണെന്നും സുരക്ഷാസേനയുടെ പ്രതിരോധത്തിനിടെ അവർ കൊല്ലപ്പെട്ടുവെന്നും പോലീസ് അറിയിച്ചു. തെറ്റായ ആശയങ്ങളിലൂടെ പ്രവർത്തിച്ചവരാണ് പ്രതികളെന്നും പോലീസ് വ്യക്തമാക്കി. കുവൈത്തിലെ 5th റിംഗ് റോഡിൽ നാളെ മുതൽ താൽക്കാലിക വഴിതിരിച്ചുവിടൽ. പബ്ലിക് അതോറിറ്റി ഫോർ റോഡ് ആൻഡ് ട്രാൻസ്പോർട്ടേഷനാണ് താൽക്കാലിക വഴിതിരിച്ചുവിടലിന് അറിയിച്ചത്. തീരുമാനം നാളെ മുതൽ അടുത്ത വ്യാഴാഴ്ച വരെയാണ് നടപ്പാക്കുക. 5th റിംഗ് റോഡിന്റെ നിർണായകമായ ഭാഗത്ത് അറ്റകുറ്റപ്പണികൾ സുഗമമാക്കുന്നതിനാണ് ഈ ക്രമീകരണം. യുഎഇയിൽ അഡ്നോക്, നാഫിസ് കമ്പനികൾ ചേർന്ന് സ്വദേശികൾക്കായി 13,500 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് അധികൃതർ. 4 വർഷം കൊണ്ട് സ്വകാര്യ മേഖലയിലാണ് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക. അടുത്ത 3 വർഷത്തിനുള്ളിൽ സ്വദേശികൾക്കായി സ്വകാര്യ മേഖലയിൽ 1,00,000 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനാണ് സർക്കാർ തീരുമാനം. ഉമ്മുൽ ഖുവൈനിൽ 10 കിലോ മയക്കുമരുന്ന് കൈവശം വച്ചതിന് 2 പേർ അറസ്റ്റിൽ. ഉമ്മുൽ ഖുവൈൻ മരുഭൂമിയിൽ ഒളിപ്പിച്ച നിലയിലാണ് മയക്കുമരുന്ന് പിടികൂടിയത്. ഉമ്മുൽ ഖുവൈൻ പോലീസും ദുബായ് പോലീസും ചേർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് മയക്കുമരുന്ന് കണ്ടെത്തിയത്. നീറ്റ് UG പരീക്ഷയിൽ വിദ്യാർത്ഥികൾക്ക് ലഭിച്ച മാർക്ക് പ്രസിദ്ധീകരിക്കാൻ സുപ്രീം കോടതി നിർദ്ദേശം. ശനിയാഴ്ച 5 മണിക്കുള്ളിൽ മാർക്ക് പ്രസിദ്ധീകരിക്കാനാണ് നിർദ്ദേശം നൽകിയത്. വിഷയത്തിൽ തിങ്കളാഴ്ചയോടെ തീരുമാനമെടുക്കുമെന്നും കോടതി വ്യക്തമാക്കി. നീറ്റിൽ പുനഃപരീക്ഷ നടക്കുക, ചോദ്യപേപ്പർ ചോർച്ച വ്യാപകമെന്ന് ബോധ്യപ്പെട്ടാൽ മാത്രമെന്ന് സുപ്രീം കോടതി നേരത്തെ വ്യക്തമാക്കിയിരുന്നു. കേരളത്തിൽ അതിതീവ്ര മഴ തുടരുന്നു. സംസ്ഥാനത്ത് വെള്ളക്കെട്ടിൽ മുങ്ങി 2 പേർ മരിച്ചു. കണ്ണൂരും വയനാടും കാസർഗോഡും റെഡ് അലർട്ട് തുടരുകയാണ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. മലയോര മേഖലയിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം. തീരദേശ പ്രദേശങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും കടൽക്ഷോഭത്തിനും സാധ്യതയുണ്ട്.